This video we are going to start a new chapter, Chemical Thermodynamics-II. This Chemical Thermodynamics-II. Okay, അപ്പോൾ ഇന്ന് നമ്മൾ തുടങ്ങാൻ പോകുന്ന ചാപ്റ്റർ Thermodynamics-II എന്നുള്ള ചാപ്റ്ററാണ്. അപ്പോൾ Thermodynamics-I എന്നുള്ള ചാപ്റ്റർ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും. ഇൻട്രൊഡക്ഷൻ ഓഫ് തെർമോഡൈനാമിക്സ്, various types of system, intensive properties, extensive properties, അതുപോലെ തന്നെ thermodynamic law 1, അതുപോലെ തന്നെ thermodynamic law 2, അതുപോലെ തന്നെ entropy, enthalpy, അതുപോലെ തന്നെ Gibbs energy, അങ്ങനത്തെ ഒരുപാട് പ്രോപ്പർട്ടീസ് നിങ്ങൾ ഈ thermodynamic 1 എന്നുള്ള ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടോ. അതുപോലെ തന്നെ റിവേഴ്സിബിൾ കെമിക്കൽ പ്രോസസ്സ്, അതുപോലെ തന്നെ Gibbs ഇക്വേഷൻ, അതുപോലെ തന്നെ മാക്സ്വെൽ റിലേഷൻ, ഇത്തരം കുറേ കാര്യങ്ങൾ, കുറേ ഡെറിവേഷൻ, കുറേ റിലേഷൻഷിപ്പ് ഒക്കെ നിങ്ങൾ തെർമോഡൈനാമിക്സ് ചാപ്റ്റർ 1 നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. ഓക്കെ, അപ്പോൾ ഇന്ന് ഈ ഒരു ചാപ്റ്റർ നമ്മൾ കൂടുതലും ഡിസ്കസ് ചെയ്യുന്ന Thermodynamics-II അല്ലെങ്കിൽ ഓപ്പൺ സിസ്റ്റത്തിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, നോക്കാം. നമുക്ക് ഈ ഒരു ചാപ്റ്ററിലേക്ക് പോകുന്നതിന് മുമ്പ് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ നമുക്ക് പറയാം. ഓക്കെ, ഇൻ ദിസ് ചാപ്റ്റർ we discussed briefly some more principles of thermodynamics. We will begin with the discussion on the thermodynamics behavior of open system, introducing the perception of partial molar quantities in the process. Okay, we will then discuss the third law of thermodynamics and finally finish the chapter with a brief introduction of the fundamental principle of statistical thermodynamics. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ കൂടുതലായിട്ട് നോക്കുന്നത് ഓപ്പൺ സിസ്റ്റത്തിനെ കുറിച്ചാണ്. ഓപ്പൺ സിസ്റ്റം അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ കൂടുതലായിട്ട് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ തെർമോഡൈനാമിക്സ് 1 ചാപ്റ്ററിൽ കൂടുതൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവുക ക്ലോസ്ഡ് സിസ്റ്റത്തിനെ കുറിച്ചാണ്. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഓപ്പൺ സിസ്റ്റം. ക്ലോസ്ഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ വിച്ച് ക്യാൻ എക്സ്ചേഞ്ച് എനർജി നോട്ട് മാറ്റർ, ബട്ട് ഓപ്പൺ സിസ്റ്റം വിച്ച് ക്യാൻ എക്സ്ചേഞ്ച് ബോത്ത് എനർജി ആൻഡ് മാറ്റർ. അതന്നെയാണ് നമ്മൾ ഓപ്പൺ സിസ്റ്റം. അപ്പോൾ ഓപ്പൺ സിസ്റ്റത്തിനെ കുറിച്ച് ഈ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വേരിയസ് പാർഷ്യൽ മോളാർ ക്വാണ്ടിറ്റീസ്, കെമിക്കൽ പൊട്ടൻഷ്യൽ, അതുപോലെ തന്നെ തേർഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഒക്കെ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഈ ചാപ്റ്റർ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയാണ് പാർഷ്യൽ മോളാർ ക്വാണ്ടിറ്റീസ്. We are going to discuss partial molar quantities. What is partial molar quantity? എന്താണ് പാർഷ്യൽ മോളാർ ക്വാണ്ടിറ്റി എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതുവരെ നിങ്ങൾ കേൾക്കാത്തൊരു ടൈമായിരിക്കും പാർഷ്യൽ മോളാർ ക്വാണ്ടിറ്റീസ്. നോക്കാം നമുക്ക്. തെർമോഡൈനാമിക് ബിഹേവിയർ ഓഫ് ഓപ്പൺ സിസ്റ്റം ഓർ പാർഷ്യൽ മോളാർ ക്വാണ്ടിറ്റീസ്. തെർമോഡൈനാമിക് ബിഹേവിയർ ഓഫ് ഓപ്പൺ സിസ്റ്റം. അപ്പോൾ ഓപ്പൺ സിസ്റ്റത്തിൽ വരുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ശരിക്കും ആക്ച്വലി പാർഷ്യൽ മോളാർ ക്വാണ്ടിറ്റീസ്. നോക്കാം. ഇന്റേണൽ എനർജി U, എൻതാൽപ്പി H or entropy S, Gibbs energy G or volume V are some of the important thermodynamic quantities associated with any system. Okay, they are properties which depend upon the quantity of the matter present in the system are called extensive properties. നമ്മൾ രണ്ട് തരത്തിലുള്ള പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ടായിരുന്നു, എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസ് ആൻഡ് ഇന്റൻസീവ് പ്രോപ്പർട്ടീസ്. അപ്പോൾ എന്താണ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ പ്രോപ്പർട്ടീസ് വിച്ച് ഡിപ്പെൻഡ് അപ്പോൺ ദ ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ പ്രസന്റ് ഇൻ ദ സിസ്റ്റം ഈസ് നോൺ ആസ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസ്. അപ്പോൾ ഈ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസ് അധികം നമ്മൾ ഡിസ്കസ് ചെയ്യുക ക്ലോസ്ഡ് സിസ്റ്റം പറയുന്ന സമയത്താണ്. ഓക്കെ, എന്താണ് ഇന്റേണൽ എനർജി, എൻതാൽപ്പി, എൻട്രോപ്പി, ഗിബ്സ് എനർജി, വോളിയം ആർ സം ഓഫ് ദ മോർ ഇമ്പോർട്ടൻറ്റ് തെർമോഡൈനാമിക് ക്വാണ്ടിറ്റീസ് അസോസിയേറ്റഡ് വിത്ത് എനി സിസ്റ്റം. ഇപ്പോൾ ഏത് സിസ്റ്റത്തിലും ഇത്തരം പ്രോപ്പർട്ടീസ് ഉണ്ട്, പക്ഷേ ക്ലോസ്ഡ് സിസ്റ്റത്തിലാണ് നമ്മൾ കൂടുതലായിട്ട് പറയാം. ഓക്കെ, ദേ ആർ പ്രോപ്പർട്ടീസ് വിച്ച് ഡിപ്പെൻഡ് അപ്പോൺ ദ ക്വാണ്ടിറ്റീസ് ഓഫ് മാറ്റർ പ്രസന്റ് in the system and are called extensive properties. Generally, the system considered in the previous module have been assumed to be closed system where only energy can be exchanged, not matter. അപ്പോൾ closed system എന്ന് പറയുമ്പോൾ എനർജി എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും, മാറ്റർ എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, in the words major thermodynamics treatment so far has been restricted to system and process in which there is a no net change in the total quantity of matter present. Change the state of system have been regarded due to the change in temperature and pressure. ഓക്കെ, അപ്പോൾ ഈ ക്ലോസ്ഡ് സിസ്റ്റത്തിലും ഓപ്പൺ സിസ്റ്റത്തിലും നമ്മളൊരു മേജർ ആയിട്ടുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലോസ്ഡ് സിസ്റ്റത്തിൽ എനർജി എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും, പക്ഷേ മാറ്റർ എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും. പക്ഷേ ഓപ്പൺ സിസ്റ്റത്തിലാണെങ്കിൽ എനർജിയും മാറ്ററും എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ കഴിഞ്ഞ തെർമോഡൈനാമിക് 1 കഴിഞ്ഞ ചാപ്റ്റർ നമ്മൾ അധികം ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവുക ഈ ക്ലോസ്ഡ് സിസ്റ്റത്തിനാണ്. ക്ലോസ്ഡ് സിസ്റ്റത്തിന് പ്രത്യേകം എന്താണ്, അവിടെ മാറ്റർ എക്സ്ചേഞ്ച് ചെയ്യില്ല, എനർജി എക്സ്ചേഞ്ച് ചെയ്യും. പക്ഷേ എപ്പോഴാണ് ഒരു സിസ്റ്റത്തിൽ നിന്ന് മാറ്റർ എക്സ്ചേഞ്ച് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാറ്റർ
വേറെ രൂപത്തിലേക്ക് മാറുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടീസിൽ അവിടെ ഇൻറ്റൻസീവ് പ്രോപ്പർട്ടീസ് മാറണം. എന്താണ് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി? ഇൻറ്റൻസീവ് പ്രോപ്പർട്ടീസ് ആർ ദ പ്രോപ്പർട്ടീസ് വിച്ച് ഡു നോട്ട് ഡിപ്പെൻഡ് അപ്പോൺ ദ ക്വാണ്ടിറ്റീസ് പ്രസന്റ് ഇൻ ദ സിസ്റ്റം. അപ്പോൾ ഈ ഒരു സിസ്റ്റത്തിന്റെ ക്വാണ്ടിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത പ്രോപ്പർട്ടീസിനെയാണ് നമ്മൾ ഇൻറ്റൻസീവ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ നമ്മൾ അധികം നോക്കുന്നത് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടീസ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടീസിന് വരുന്ന മാറ്റമാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിനൊരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുന്നത് നോക്കുക. ഇപ്പോൾ എ വെസൽ കണ്ടെയ്നിങ് 25 ml of water, 25 ml water, ഒരു വെസൽ containing is a closed system, 25 ml of water. And then another vessel containing 50 ml of water, 50 ml of water. Okay, these two closed systems remains at 25 degrees Celsius. ഈ രണ്ടും 25 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ ഇവിടെ നമുക്ക് പറയാൻ പറ്റും എന്താണ്, ഇവിടെ ഈ 25 ml ഓഫ് വാട്ടറും 50 ml ഓഫ് വാട്ടറിലും ഈ എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടീസ് ചേഞ്ച് ചെയ്തിട്ടുണ്ടാവും. ഒരു എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി നമുക്ക് പറയാൻ പറ്റും വോളിയം എന്താ, വോളിയം 25 ml, ഇവിടെ 50 ml. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഈ ക്വാണ്ടിറ്റി മാറുന്നതനുസരിച്ച് അതിന്റെ എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി മാറുന്നതെന്ന് പറയാൻ പറ്റും. എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി മാറുന്നതിന്റെ കൂടെ തന്നെ എൻതാൽപ്പി മാറാം, എൻട്രോപ്പി മാറാം, അതുപോലെ തന്നെ ഇന്റേണൽ എനർജി, ഗിബ്സ് എനർജി ഒക്കെ മാറുന്നുണ്ടാവാം. അപ്പൊ നമുക്ക് പറയാൻ പറ്റും എന്താണ്, ഈ ക്വാണ്ടിറ്റി മാറുന്നതനുസരിച്ച് എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടീസ് മാറും. പക്ഷേ ഇന്റൻസീവ് പ്രോപ്പർട്ടി ആയ ടെമ്പറേച്ചർ പ്രഷർ ഇവിടെ നമ്മൾ പറയുന്നുണ്ട് 25 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു സിസ്റ്റം 25 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും, ഈ ഒരു സിസ്റ്റത്തിലുള്ള മാറ്റർ 25 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. പക്ഷേ ഇന്റൻസീവ് പ്രോപ്പർട്ടീസ് മാറ്റുന്നില്ല, ചേഞ്ച് ചെയ്യുന്നത്. ഇനി എപ്പോഴാണ് ഇന്റൻസീവ് പ്രോപ്പർട്ടീസ് മാറുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ടെമ്പറേച്ചർ മാറുന്ന സമയത്ത്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ടെമ്പറേച്ചർ നമ്മൾ 100 ഡിഗ്രി സെൽഷ്യസ് ആക്കുന്ന സമയത്ത് ഇവാപറേഷൻ നടക്കും, ഈ ലിക്വിഡ് എന്തായി മാറാൻ ബോയിൽ ചെയ്യാം. ആ സമയത്ത് ക്വാണ്ടിറ്റി ചേഞ്ച് ചെയ്യും. ആ ക്വാണ്ടിറ്റി ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഇന്റൻസീവ് പ്രോപ്പർട്ടീസ് ചേഞ്ച് ചെയ്യും. ഓക്കെ, അപ്പൊ ഈ ഒരു ചേഞ്ചസ് നടക്കുന്ന സമയത്ത് ഇന്റൻസീവ് പ്രോപ്പർട്ടീസ് ചേഞ്ച് ചെയ്യും, അതുപോലെ തന്നെ എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടീസ് ചേഞ്ച് ചെയ്യും. ആ ഒരു ടൈപ്പിലെ സിസ്റ്റത്തിലുള്ള ക്വാണ്ടിറ്റീസ് ആണ് നമ്മൾ ഈ കൂടുതലായിട്ട് ഈ ഒരു ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നോക്കാം. Okay, then generally the system considered in the previous module have been assumed to be closed system where only energy can exchange, not matter. In this chapter or in these words, major thermodynamic treatments so far has been restricted to system and process in which there is no net change in the total quantity of matter present. The change in the state of system have been regarded due to the change in temperature or pressure. അപ്പോൾ പ്രഷറും ടെമ്പറേച്ചറും ചേഞ്ച് ചെയ്യുന്ന സമയത്ത് മാറ്റർ ചേഞ്ച് ചെയ്യും. This is not, however, the case when we consider an open system. ഒരു ഓപ്പൺ സിസ്റ്റം കൺസിഡർ ചെയ്യുന്ന സമയത്ത് capable of exchanging both matter and energy with surrounding. In such cases, on adding or removing of this is not, however, the case when we consider an open system capable of changing both matter and energy with surrounding. In such cases, on adding or removing of some quantity of substance from the system, the extensive properties of the system change. Thus, for an open system, the number of moles n of each component is also a continuous variable. Okay, അപ്പോൾ നമ്മൾ ഓപ്പൺ സിസ്റ്റം എടുക്കുന്ന സമയത്ത് അവിടെ ഈ ടെമ്പറേച്ചർ പ്രഷർ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ആ ഒരു സിസ്റ്റത്തിലുള്ള ക്വാണ്ടിറ്റിക്കും ചേഞ്ച് വരും. അപ്പോൾ എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടീസും ചേഞ്ച് ചെയ്യും, അതുപോലെ തന്നെ അതിൻ്റെ ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി മാറും. അപ്പോൾ ഈ ഏതൊരു സിസ്റ്റത്തിൻ്റെയും അല്ലെങ്കിൽ ഓപ്പൺ സിസ്റ്റത്തിൻ്റെയും എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടീസ് ചേഞ്ച് ചെയ്യിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ടെമ്പറേച്ചറും പ്രഷറും ചേഞ്ച് ചെയ്യും. Okay, thus for an open system, the number of moles n of each component is also a continuous variable. A number of moles n is also a continuous variable. Okay. In other words, for an open system, the extensive property x such as V or U, H, S, etc. Extensive property. For an extensive properties such as P, volume or internal energy, അതുപോലെ തന്നെ enthalpy, entropy, G, etc. G is a Gibbs energy. G is a function of not only temperature and pressure but also the number of moles N1, N2, N3, etc. of the constituent component.
So we can simply written as x is equal to phi of temperature, pressure, N1, N2, N3, etc. Okay, N3, etc. Okay, അപ്പോൾ ഒരു എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടീസ് ഒരു എന്താണ് ചേഞ്ച് ചെയ്തപ്പോഴാണ് ഇറ്റ്സ് എ ഫംഗ്ഷൻ നോട്ട് ഓൺലി ടെമ്പറേച്ചർ. എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടീസ് എ ഫംഗ്ഷൻ, in other words, for an open system any extensive property is a function of not only temperature and pressure but also number of moles N1, N2, N3 of the constituent component. Extensive properties say function of temperature, pressure and N1, N2, N3 etc. Where N1 and N2, N3 is the number of moles of the constituent component. Okay, a small change in the property dx which is complete differential can be expressed by partial differentiation. അപ്പോൾ ഇതിലൊരു small change വന്നിട്ടുണ്ടെങ്കിൽ for example dx ചെയ്യുക എങ്ങനെയാണ്? It's a partial differentiation of the all component. So we can return dx by dt at constant pressure N1, N2 etc. dt. Okay, dt plus dx by dp. It's a partial derivative ആണ്. ആദ്യം t ന്റെ ഡിഫറൻഷിയേഷൻ എടുക്കും. ആ സമയത്ത് p ഉം n, n2, n3 etc. എല്ലാം നമുക്ക് എന്ത് ചെയ്യാം? കോൺസ്റ്റന്റ്. then next നമ്മൾ p ന്റെ ഡിഫറൻഷിയേഷൻ എടുക്കും. then ആ സമയത്ത് t ഉം n ഉം n2 etc. are constant. so dx by dp at constant temperature n1, n2 etc. dp plus then നമ്മൾ ഓരോ കോമ്പണന്റ് ഡിഫറൻഷിയേഷൻ എങ്ങനെ എടുക്കും നമുക്ക്? then dx by dn1, okay, dx by dn1 at temperature and pressure n2, n3 etc. and dn1 plus dx by dn2 at constant temperature, pressure n1, n3 etc. dn2. Okay, we can simply differentiate like this. ഇങ്ങനെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. സപ്പോസ് അപ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ dx by dn നമുക്ക് ഷോർട്ട് ഫോം കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? dx by dn at constant temperature, pressure n2, n3 etc. is equal to എങ്ങനെ എഴുതാൻ പറ്റും? x bar n. അതുപോലെ തന്നെ dx by dn2 at constant temperature, pressure n1, n3 etc. is equal to x bar 2 and so on. Okay, thus the dx by dn quantity is called partial molar quantities. Then dx by dn quantity is known as partial molar quantity. Partial molar quantity. Then the above expression dx by dn quantity are called partial molar quantity or partial molar properties of the component, and this may be partial molar volume, partial molar internal energy, partial molar entropy and partial molar Gibbs energy etc. അപ്പോൾ ഇതിനെ നമുക്ക് ഈ partial molar quantity വെച്ചിട്ട് നമുക്ക് partial molar volume പറയാൻ പറ്റും, partial molar internal energy പറയാൻ പറ്റും, partial molar entropy, partial molar Gibbs energy അങ്ങനെ പലതും പറയാൻ പറ്റും. Okay, so in general the partial molar property of ith component of a system, partial molar component of ith component of a system may be represented by xi. xi is equal to dx by dni, dx by dni, x bar I is equal to dx by dni, temperature, pressure n1, n2 etc. n minus I plus n I plus 1, okay, plus etc. So that's the x bar I is equal to partial molar quantity. Okay, partial molar quantity. ഇനി partial molar quantity നമുക്കൊരു definition കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും a partial molar quantity for a given component of a system is the increase in the property of a system from the addition of
1 mole of that particular component at constant temperature and pressure to such a large quantity of the system that there is no appreciable change in concentration. That is known as partial molar quantity. Okay, ഞാൻ ഒന്നും കൂടി പറയാം partial molar quantity എന്താണ്. Partial molar quantity for a given component of a system is the increase in the property of the system from the addition of 1 mole of that particular component at constant temperature and pressure to such a large quantity of the system that there is no appreciable change in the concentration. This is known as partial molar quantity. Okay, അപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ നേരത്തെ പറഞ്ഞ ഇക്വേഷനിൽ ഈ ടെമ്പറേച്ചറും പ്രഷറും കോൺസ്റ്റന്റ് ആണെങ്കിൽ നമുക്ക് ഈ ഒരു ഇക്വേഷൻ എങ്ങനെ എഴുതാൻ പറ്റും? dx/dt. നമ്മൾ dxന്റെ ഇക്വേഷൻ നമ്മൾ നേരത്തെ ഡിറൈവ് ചെയ്തിരുന്നു. അപ്പോൾ dxന്റെ ഇക്വേഷനിൽ ടെമ്പറേച്ചറും പ്രഷറും കോൺസ്റ്റന്റ് ആണെങ്കിൽ ഏതൊക്കെ ടേം കോൺസ്റ്റന്റ് ആയി പോകും? ആ dx/dp അത് അറ്റ് ടെമ്പറേച്ചർ n1 n2 എക്സെട്ര, അതുപോലെ തന്നെ dx/dt അറ്റ് പ്രഷർ n1 n2 എക്സെട്ര 0 ആയി പോകും. സോ ദ റിമൈനിങ് ടേം എന്താ വരിക? dx at constant temperature and pressure we will get x bar n dn1 അല്ലേ? x bar n dn1 plus x bar 2 dn2 plus etc. Okay, upon integration we will get ഇത് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്തു കഴിഞ്ഞാൽ we will get dx എന്തെഴുതും? x at constant temperature and pressure we can write n1 x1 n1 x1 plus n2 x2 bar plus etc. Okay, so we can integrate it and we will get equation like this. Okay, equation 5 gives a convenient interpretation of partial molar properties. Equation 1 and 2. Equation 2 give a convenient interpretation of partial molar properties. Okay, then we can say the partial molar values x bar I, partial molar value x bar I of a specified property of x for ith constituent of system is equivalent to contribution per mole made by that constituent to the total value of x for the given system at constant temperature and pressure. Okay, ഇപ്പോൾ നമുക്ക് partial molar quantity വേറെ തരത്തിൽ പറയുകയാണെങ്കിൽ partial molar value xi bar of a specified property x for the ith constituent of system is equivalent to the contribution per mole made by that constituent to the total value of x for a given system at constant temperature and pressure. നമുക്ക് അങ്ങനെ കൂടി പറയാൻ പറ്റും. Okay, next we are going to discuss the partial molar Gibbs energy or partial molar free energy or chemical potential. Next we are going to discuss partial molar Gibbs energy or partial molar free energy or chemical potential. മൂന്നെണ്ണത്തിന് നമുക്ക് സെയിം ആയിട്ട് പറയാൻ പറ്റും. എന്താണ് partial molar Gibbs energy or partial molar free energy or chemical potential. Okay, then one particularly important partial molar property is partial molar Gibbs energy or partial molar free energy, which for the ith component of a system may be represented as gi. Okay, so നമുക്ക് partial molar Gibbs energy or partial molar free energy of the ith component can be simply represented by gi bar. അല്ലെങ്കിൽ gi bar എന്ന് represent ചെയ്യാൻ പറ്റും. Okay, the property is also called chemical potential of the ith component. It's also called chemical potential of ith component. Chemical potential of ith component. Okay, let us now apply the general treatment adopted in the previous sections. Okay, Gibbs energy or G is an extensive property and is a function of temperature and pressure, the number of moles n1 n2 of the constant pressure. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ എന്താണ് ഈ Gibbs എനർജിനെ ഒരു എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി ആയിട്ട് ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ ആസ് എ ഫംഗ്ഷൻ ഓഫ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ആൻഡ് നമ്പർ ഓഫ് മോൾസ് n1 n2 എക്സെട്ര നമ്മൾ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ റൈറ്റ് G is equal to phi of temperature, pressure n1 n2 n3 etc.
Okay, then a small change in Gibbs energy, or a dg, a small change in Gibbs energy or dg, which is a complete differential, can be expressed by partial differentiation. നേരത്തെ ചെയ്ത അതേപോലെ തന്നെ നമ്മൾ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തു കഴിഞ്ഞാൽ a small change dg can be simply represented dg is equal to dg by dt at constant pressure n1 n2 etc dt plus dg by dp at constant temperature n1 n2 etc dp plus dg by dn1 at constant temperature pressure n2 etc dn plus dg by dn2 at constant temperature pressure n1 n3 etc dn2 plus etc. Okay, okay, n2 etc. Then dg by dn, quantity of the above equation, is called partial molar Gibbs energy. Then the quantity dg by dn2 etc are the partial molar Gibbs energy. dg by dn നമുക്ക് partial molar Gibbs energy or partial molar free energy ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഇക്വേഷൻ എങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റും? ഒന്നെങ്കിൽ partial molar Gibbs energy, അല്ലെങ്കിൽ partial molar free energy, അല്ലെങ്കിൽ partial molar chemical potential. For a system composed of n1 n2 n3 etc, the moles of the various constituent present, the chemical potential of the component 1 2 3 etc is defined by dg by dn1 at temperature pressure n2 etc is equal to, നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, g bar n. അതുപോലെ തന്നെ dg by dn2 at temperature pressure n1 n2 etc is equal to g bar 2. These are then g bar 1 or mu 1 or g bar 2 or mu 2. These are the chemical potential. Okay, in general the partial molar Gibbs energy or the ith component in the system may be represented as gi or mu I. gi or mu I. അപ്പോൾ നമുക്ക് ഈ ith component നമുക്ക് സിമ്പിൾ gi is equal to or mu I is equal to എഴുതാൻ പറ്റും dg by dni at constant temperature pressure n1 n2 etc ni minus 1 plus etc. Okay, so mu I is the ith component, partial molar properties or Gibbs partial molar Gibbs energy or chemical potential of the ith component. It should be noted that the partial molar Gibbs energy is evaluated at constant temperature as well as pressure, and with number of moles of the component held fixed except for one under consideration. So in the partial molar Gibbs energy അല്ലെങ്കിൽ chemical potential ന് ഒരു definition പറയണമെങ്കിൽ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? The partial molar Gibbs energy or partial molar free energy or chemical potential for a given component of a system is increase in the Gibbs energy of the system from the addition of 1 mole of that particular component at constant temperature and pressure to such a large quantity of the system that there is no appreciable change in the concentration. That is partial molar Gibbs energy or partial molar free energy or chemical potential. Okay, ഒന്നുകൂടി ഞാൻ പറയാം എന്താണ് chemical potential. Chemical potential for a given component of a system is the increase in the Gibbs energy of the system from the addition of 1 mole of that particular component at constant temperature and pressure to such a large quantity of the system that there is no appreciable change in the concentration. Is known as Gibbs energy or chemical potential. Okay, for a system at constant temperature and pressure, dt is equal to 0 and dp is equal to 0, then equation can be simply represented. അപ്പോൾ നേരത്തെ പറഞ്ഞ നമ്മുടെ dg എന്നുള്ള equation, dg at constant temperature and pressure, constant temperature എന്ന് പറയുമ്പോൾ dp is equal to 0 and dt is equal to 0. നേരത്തെ പറഞ്ഞ് നമ്മൾ ഡിറൈവ് ചെയ്ത dg ഇക്വേഷനിൽ കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിലും പ്രഷറിലും നമുക്ക് എഴുതി കഴിഞ്ഞാൽ we will get g
G1 dN1 plus G2 dN2 plus etc. Then G ക്ക് പകരം നമ്മൾ mu കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ എഴുതാൻ പറ്റും dG at constant temperature and pressure mu1 dN1 plus mu2 dN2. Okay, ഇങ്ങനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. For a system of definite composition N1 N2 integration of the above equation. ഈ ഇക്വേഷൻ ഒരു ഡെഫിനിറ്റ് കോമ്പോസിഷനിൽ എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു ഇക്വേഷൻ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റും G is equal to G at constant temperature and pressure is equal to mu1 N1 plus mu2 N2 plus etc. mu1 N1 mu2 N2 etc. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ integration of the above equation 1 2 integration of the above equation 2 we can written G at constant temperature and pressure mu1 N1 plus mu2 N2 plus etc. Okay, equation 2 brings out the significance of the term mu of the component leading to as the following definition. Okay, അപ്പോൾ partial molar Gibbs energy or partial molar free energy അല്ലെങ്കിൽ chemical potential നമുക്ക് വേറെ ഡെഫിനിഷൻ കൊടുക്കാൻ പറ്റും. എങ്ങനെ പറയാൻ പറ്റും? The partial molar Gibbs energy or partial molar free energy or chemical potential of the component in a mixture is the contribution per mole of that particular component to the total Gibbs energy of the system under condition of constant temperature and pressure. Okay, nodi parayam endanu partial molar Gibbs energy or partial molar free energy or chemical potential of a component in a mixture is the contribution per mole of that particular component to the total Gibbs energy of the system under condition of constant temperature and pressure. Okay, since chemical potential is a property concerned with 1 mole of each component in system, it is a intensive property, unlike Gibbs energy which is an extensive property. But chemical potential actually is an intensive property. So Gibbs energy is an extensive property. Since chemical potential is a property concerned with 1 mole of each component in the system, it is an intensive properties, unlike Gibbs energy is an extensive property. Okay, then next we are going to derive Gibbs Duhem equation. I am going to discuss Gibbs Duhem equation. In this section, we derive an equation which has great significance in the study of thermodynamic aspect of mixture. Okay, നമ്മളൊരു thermodynamic aspect of mixture, ഒരു mixture-ന്റെ ഈ thermodynamic aspect ആണ് നമ്മളിവിടെ സ്റ്റഡി ചെയ്യാൻ പോകുന്നത്. Okay, in this section we derive an equation which have great significance in the study of thermodynamic aspects of mixture. Some of the argument and equation given in the previous section are repeated here to avoid back reference. അപ്പോൾ മുമ്പത്തെ കുറച്ച് കാര്യങ്ങളും നമ്മളിവിടെ കണ്ടിന്യൂ അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അത് എന്താ പറയുക ബാക്ക് റെഫറൻസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ്. ഫോർ കൺവീനിയൻസ് ആൻഡ് ആൾസോ to stick the general procedure adopted for derivation. Okay, then Gibbs energy G is a function of temperature, pressure and the number of moles N1 N2 etc. of the constituent present. Okay, then we can simply written G. അപ്പോൾ G നമുക്ക് നേരത്തെ എഴുതിയ പോലെ തന്നെ Gibbs energy-നെ G എഴുതാൻ പറ്റും. G is equal to is a function of temperature, pressure, N1 N2 etc. Okay, നേരത്തെ നമ്മൾ ഡിറൈവ് ചെയ്ത അതേപോലെ തന്നെ ഇവിടെ നമുക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റും. ഓക്കെ, എ സ്മോൾ ചേഞ്ച് ഇൻ ദ Gibbs energy dG is a complete differential can be expressed. അപ്പോൾ a small change or the dG is a complete differential. We can simply return dG is equal to നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും dG divided by dt at constant pressure N1 N2 etc. dt plus dG by dP at constant temperature N1 N2 etc. dP plus dG by dN1 at constant temperature pressure N2 etc. dN1 and also dG by dN2 at constant temperature pressure N1 N3 etc. dN2. Okay, this is the differential of dG. Then
representing dg by dn in terms of mu I. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ dg by dn നെ mu I ആയിട്ട് റെപ്രസെന്റ് ചെയ്തു കഴിഞ്ഞാൽ the equation becomes, this is the equation 1. The equation becomes, നമുക്ക് equation എങ്ങനെ എഴുതാൻ പറ്റും? dg is equal to dg by dt at constant pressure n1 n2 etc dt plus dg by dp at temperature n1 n2 at dp plus mu n1 mu n1 dn1 plus mu 2 dn2 plus etc. Okay, where mu1 and mu2 represent the chemical potential of the component. Okay, for a system at constant temperature and pressure, where dt and dp is equal to 0, then equation 2 becomes, അപ്പോൾ നമ്മൾ ഈ സിസ്റ്റം at constant temperature and pressure ആണെന്നുണ്ടെങ്കിൽ we can return dp is equal to 0 at dt is equal to 0. Then dg can be simply represent dg is equal to mu1 dn1 plus mu2 dn2 plus etc. Okay, then for a system of definite composition, integration of the above equation, അപ്പോൾ ഈ ഇക്വേഷനെ നമ്മൾ ഇന്ന് ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ we can return g at constant temperature and pressure, we can return എങ്ങനെ എഴുതാൻ പറ്റും? mu1 n1 plus mu2 n2 plus etc. where g is equal to mu1 n1 plus mu2 n2 plus etc. Okay, ഇപ്പോൾ ഈ ഇക്വേഷൻ നമ്മൾ മനസ്സിലാക്കണം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് therefore equation 4 differentiated completely we will get equation 4 differentiating completely we will get. ഇപ്പോൾ ഈ ഒരു ഇക്വേഷനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? dg is equal to എങ്ങനെ എഴുതാൻ പറ്റും? mu1 ആദ്യം നമ്മൾ എന്ത് ചെയ്യാം? n1 നെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. n1 നെ ഡിഫറൻഷിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ mu നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? അങ്ങനെ mu1 dn1 പ്ലസ് ഈ n നെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഇനി അടുത്ത് mu നെ ഡിഫറൻഷിയേറ്റ് ചെയ്ത d mu1 പ്ലസ് mu2 dn2 പ്ലസ് n2 d mu2. Rearranging the equation. ഈ ഇക്വേഷൻ ഒന്ന് rearrange ചെയ്തു കഴിഞ്ഞാൽ ഇക്വേഷൻ 5 നെ നമുക്ക് rearrange ചെയ്തു കഴിഞ്ഞാൽ we will get dg is equal to എങ്ങനെ എഴുതാൻ പറ്റും? mu1 dn1 plus mu2 dn2 plus etc. Okay, plus etc. plus ഇങ്ങനെ എഴുതാൻ പറ്റും? n1 d mu1 plus n2 d mu2 plus etc. Okay, അപ്പോൾ നോക്കാം. but according to equation 6 ന്റെ ടേം ഒന്ന് നോക്കാം. according to equation 6, for a system of definite composition at constant temperature and pressure, the first term in brackets on RHS of equation 6 represent dg. This means that the second terms in bracket equation g must be 0. Okay, അപ്പോൾ ഇതിന്റെ ഇക്വേഷന്റെ ഫസ്റ്റ് ടേം എന്ന് പറയുമ്പോൾ mu1 dn1 നോക്കൂ, mu1 dn1 plus mu2 dn2 plus etc. അതന്നെയാണ് എന്ത് mu1 dn1 plus mu2 dn2 നേരത്തെ ഇക്വേഷൻ dg. Okay, dg at constant temperature and pressure. അപ്പോൾ ഇതും dg എഴുതി കഴിഞ്ഞാൽ we can. Okay, അപ്പോൾ ഈ പാർട്ട് എന്ന് പറയുമ്പോൾ dg എന്നാണ്. അപ്പോൾ നോക്കൂ, നമ്മൾ എങ്ങനെ എഴുതാൻ പറ്റും? നമുക്ക് ഈ dg ക്യാൻസൽ ആവും. അപ്പോൾ നമുക്ക് എഴുതാൻ പറ്റും n1 d mu1 plus n2 d mu2 plus etc. is equal to 0. So we can simply return sum of n1 ni d mu I is equal to 0. Okay, sum of ni d mu I is equal to 0, where ni is the number of moles of ith component in a mixture.
and mu I is the chemical potential of ith component. Okay, this equation is called Gibbs Duhem's equation. This equation is called Gibbs Duhem equations. Okay, the significance of Gibbs Duhem equation is the chemical potential of one component of a mixture cannot change independently of the chemical potential of the other components. Okay, അപ്പോൾ ഈ Gibbs Duhem ഇക്വേഷന്റെ പ്രത്യേകത എന്താ, പ്രാധാന്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ കോമ്പണന്റും ഡിപെൻഡ് ചെയ്തിരിക്കുന്നതിൽ നിന്ന് നമുക്ക് ഇതൊന്ന് മനസ്സിലാക്കാൻ പറ്റും. Okay, significance of Gibbs Duhem equation is that chemical potential of one component of a mixture cannot change independently of the chemical potential of other component. Okay, in a mixture containing only two constituents, it's a binary solution. For example, considering a binary solution at constant temperature and pressure, the equation becomes നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? For a binary solution N1D, ഒരു binary solutionന്റെ equation നമുക്ക് സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റും. N1D mu1 plus N2D mu2 is equal to 0, or N1D mu1 is equal to minus of N2D mu2. Okay, from this equation we can show that if D mu1 is positive, D mu2 is negative, and vice versa. Or if mu1 increases, mu2 decreases, and vice versa. Thus, it seems that the change in the mu1 of one component affect the value of mu of other. Okay, then the above argument in fact applies to any partial molar properties x bar and Gibbs Duhem equation. It is generalized from can be given as epsilon n1 dx is equal to 0. Okay, sum of n1 dx bar I ni dx bar I is equal to 0. This is Gibbs Duhem equation. Okay.